ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്നോ, അപ്പം നമ്മളെ നമ്മുടെ സപ്പോട്ടയിലും പേരയിലും ഒക്കെ ആയിട്ട് ഒരു പരീക്ഷണം പോലെ എയർ ലെയറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് അപ്പോൾ ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമ്പയിലൊന്ന് പിടിച്ചിട്ടേ ഇത്തിരി നനച്ചപ്പം എന്താ പറയണ്ടേ, അത് കമ്പ് നമ്മൾ എയർ ലെയറിങ് ചെയ്തതിൻ്റെ തൊട്ടടി ഭാഗത്ത് നിന്നേ അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പം ഞാൻ പിടിച്ചത് ഇത്തിരി ബലത്തിലായിപ്പോയി. അപ്പോൾ അതങ്ങനെ അവിടുന്ന് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കമ്പ് ഒടിഞ്ഞു പോയേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു എന്താ പറയുക, ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നമ്മൾ ചെയ്തത് സക്സസ് ആയിട്ടുണ്ടോ, ആകുമോ എന്നൊക്കെ ഉള്ളൊരു നിങ്ങളെയും കൂടെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടേ. അപ്പം ഞാൻ നമ്മുടെ പേരയിലും ഇതുപോലെ ഇനി അതിൽ നമ്മുടെ സപ്പോർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സക്സസ് ആയിട്ടാകുമ്പം അത് ഫുള്ളായിട്ടൊരു വീഡിയോ എടുത്തിട്ട് അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്തല്ലേ ആരെയും പേടിക്കാതെ ഇതുപോലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പരീക്ഷണങ്ങൾ ചെയ്ത് അതൊക്കെ വിജയിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും കാണിക്കുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ സക്സസ് ആവാത്ത, അപ്പോൾ ഇത് നമുക്കത് കട്ട് ചെയ്തെടുത്താലേ ഇത് സക്സസ് ആവാനുള്ള എന്തെങ്കിലും എന്താ പറയുക ആരംഭം ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഭാഗത്തുനിന്ന് ഞാനതിങ്ങ് കട്ട് ചെയ്തെടുത്തു. ഉണ്ട്, ഇത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ, ഈ എയർ ലെയറിങ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറേ. അപ്പോൾ നമുക്കൊന്ന് അയച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് വേര് പിടിച്ച് വരുന്നുണ്ടായിരുന്നു കണ്ടോ. ചുറ്റിനും നമ്മൾ എയർ ലെയറിങ് ചെയ്ത് ആ ചുറ്റിനും ഇതേപോലെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഫുള്ളായിട്ട് അതാകേണ്ട ടൈമൊന്നും ആയിട്ടില്ല, നല്ല രീതിയിൽ വേര് പിടിക്കാൻ ടൈമൊന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സംഭവം ഇത്രയും കൊണ്ടും എന്താ പറയണ്ടേ, ഒരു കയ്യബദ്ധവും അതിന് കാരണവുമായി. അതുകൊണ്ട് ആ തണ്ട് കണ്ടോ. പക്ഷെ നമുക്കിത് കളയണ്ട, നമുക്കിത് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒടിഞ്ഞു പോയ ഭാഗത്തിൻ്റെ താഴെ ഭാഗത്തുനിന്ന് ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടേ നമുക്കിനി ഇതങ്ങോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരയാണേലും സപ്പോട്ടയാണേലും മാവിൻ്റെയും ഒക്കെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതുപോലെ നമുക്ക് എയർ ലെയറിങ് ചെയ്തെടുക്കാം അല്ലേ. അപ്പം ഞാൻ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട്, അതായത് മണ്ണും കൊണ്ട് ഉണ്ടാക്കിയ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് നല്ല രീതിയിൽ കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വേര് പിടിക്കും കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്താൽ. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും കുറച്ച് കരിയിലയും പിന്നെ കുറച്ച് വേപ്പും പിണ്ണാക്കും ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നനച്ചിട്ടതാണ്. അപ്പോൾ നമ്മുടെ കരിയില ഇതെല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചാണകപ്പൊടിയും നമ്മുടെ വേപ്പും പിണ്ണാക്കും മണ്ണും കരിയിലയും ഒക്കെ കൂടിയേ നല്ലതുപോലെ ഒന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് അഴുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ കമ്പങ്ങ് നട്ട് കൊടുത്താലേ പെട്ടെന്ന് വേര് പിടിക്കും. അതുപോലെ നമ്മൾ ചകിരിച്ചോറോ ചകിരി കമ്പോസ്റ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പകരമായിട്ടാണ് നമ്മൾ ഈ നല്ല രീതിയിൽ കരിയില, അതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് കരിയില. അതുകൊണ്ട് നമുക്ക് എന്താ വലിയ നഷ്ടങ്ങളോ അതുകൊണ്ട് വലിയ മുതൽ മുടക്കോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ കണ്ടോ, അതൊക്കെ കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ നമ്മുടെ കട്ട് ചെയ്തെടുത്ത നമ്മുടെ സപ്പോട്ടയുടെ തണ്ടും കൂടി അങ്ങ് നട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ എയർ ലെയറിങ്? അത് എന്താ പറയുക, അതിന് കറക്റ്റ് ദിവസങ്ങളൊക്കെ ആയി കഴിഞ്ഞെങ്കിൽ അത് സക്സസ് ആയി വന്നേനെ. എന്തായാലും ചെറിയൊരു കയ്യബദ്ധ സാരില്ല അല്ലേ. നമുക്കിതിനെ ഈ ചട്ടിയിൽ നിന്ന് നമുക്കതിനെ ഒന്ന് ഉഷാറാക്കിയെടുക്കാം. അപ്പോൾ ഇനിയേ ഇതിൻ്റെ ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.